തിരുവനന്തപുരം ചേങ്കോട്ടുകോണത്ത് നാട്ടുകാർക്കിനി മൂക്ക് പൊത്താതെയും ഭയപ്പെടാതെയും വഴി നടക്കാം. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ പാർപ്പിച്ചിരുന്ന നായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിഷയം മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഇടപെടൽ. തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കോണത്ത് പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിൽ തെരുവ് നായ്ക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അന്നേ തന്നെ ഇത് ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല, ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് മേയർ വി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതിന് ഒരു പരിഹാരം എന്നോണം ഈ കഴിഞ്ഞ ദിവസം ഈ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്നേ ദിവസം മാറ്റാൻ ഉദ്ദേശിച്ചിരുന്ന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ വീണ്ടും കോർപ്പറേഷൻ സ്ഥലത്തെത്തുകയും അധികാരികളെല്ലാം തന്നെ സ്ഥലത്തുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം കൗൺസിലറും മേയറും അടക്കം നേരിട്ടെത്തി ഈ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇപ്പോൾ മേയർ വി രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരമാവധി നായ്ക്കളെ 67 ഉണ്ടെന്നാണ് ഇപ്പോൾ കൗൺസിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പരമാവധി എണ്ണത്തിന് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് മാറ്റും. അടുത്ത ദിവസങ്ങളിലായിട്ട് അത് പൂർണ്ണമായിട്ടും മാറ്റും. ഇവിടുത്തെ കൗൺസിലർ ശ്രീമതി സിന്ധു ശശി ഈ വിഷയം വന്നപ്പോൾ തന്നെ അവരെ ജനങ്ങൾ സമീപിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ വിഷയം മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് മാതൃഭൂമിയിലൂടെ അറിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ കൗൺസിലറെ വിളിച്ചിരുന്നു. ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടെത്തി. ഇന്ന് പരമാവധി നായ്ക്കളെ ABC സെൻറ്ററിലേക്ക് മാറ്റുകയാണ്. അവിടെ കൊണ്ടുപോയി ABC നടത്തി വാക്സിൻ കൊടുത്ത് മറ്റു മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. അങ്ങനെ കൂടുതൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ് ശല്യം പൂർണ്ണമായും പരിഹരിക്കുവാനുള്ള വളരെ വലിയൊരു പരിശ്രമത്തിലാണ് ഞങ്ങളുടെ ഹെൽത്ത് ടീമൊക്കെ. ഇത്രയും നായ്ക്കളെ ഒരു വീട്ടിലാണ് പോലീസായിട്ടുള്ള മെറ്റിൽഡ വളർത്തിയത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എന്തായാലും തക്ക സമയത്ത് നഗരസഭയുടെ ഇടപെടൽ കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു പകുതി ഇപ്പം മാറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഘട്ടത്തോടുകൂടി പൂർണ്ണമായിട്ട് മാറ്റും. ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടെ താമസിക്കേണ്ട ഒരവസ്ഥ വന്നു, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഇപ്പം അതിനൊരു പരിഹാരമാകുന്നെന്ന് പ്രതീക്ഷ. അതെ, വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് 2 years ആയിട്ട് ഞാൻ എൻ്റെ പുറകെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. കോർപ്പറേഷൻ, ഓംബുഡ്സ്മാൻ, ഹ്യൂമൻ റൈറ്റ്സ്, അവസാനത്തെ ഇതെന്ന രീതിയിലാണ് ഞാൻ മീഡിയയെ കോൺടാക്ട് ചെയ്തത്. മാതൃഭൂമിക്കാർ വന്നു, ഫുൾ കവറേജ് കിട്ടി, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ആൻഡ് ഇന്ന് ഇത് സംഭവിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. വളരെയധികം നന്ദിയുണ്ട് മേയർക്കും മാതൃഭൂമി ന്യൂസിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ജനങ്ങളെ ചേർത്ത് നിർത്തി പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് ഒരു കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മാതൃഭൂമി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.